നമസ്കാരം. ഒരു രാത്രി ഈ പ്രദേശത്ത് താമസിച്ച് പിറ്റേന്ന് ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്താൽ എത്ര വലിയ കഷ്ടപ്പാടും മാറും എന്ന് തിരുജ്ഞാന സംബന്ധരുടെ പതികത്തിൽ പരാമർശിക്കുന്നതും കഴുതയ്ക്ക് മോക്ഷം ലഭിച്ചതായി സ്ഥലപുരാണത്തിൽ പ്രസ്താവിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു കരവീരനാഥ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ കരയപുരം എന്ന പ്രദേശത്ത് വെട്ടാറ്റിൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, കരവീരനാഥർ, കരവീരേശ്വരർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി പ്രത്യക്ഷ മിന്നമ്മേ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. ബ്രഹ്മദേവൻ ഇവിടെ മൂലവരെ പൂജിച്ചതായി ഐതിഹ്യമുള്ളതിനാൽ ഭഗവാന് ബ്രഹ്മപുരീശ്വരർ എന്നും നാമമുണ്ട്. തിരുക്കണ്ണമംഗെ ദിവ്യദേശം ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരത്താണ്. വിവാഹ സന്താന ഭാഗ്യത്തിന് ഇവിടെ നടക്കുന്ന അമാവാസി പൂജ വളരെ പ്രശസ്തമാണ്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള പ്രശസ്തമായ 276 ശിവക്ഷേത്രങ്ങളിൽ 154ാമത്തേതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 91ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ, സുന്ദരർ എന്നിവർ ഇവിടുത്തെ മൂലവർക്ക് പതികം പാടിയിരിക്കുന്നു. തിരുജ്ഞാന സംബന്ധർ ഈ ക്ഷേത്രം സന്ദർശിക്കാനെത്തിയപ്പോൾ നേരം ഇരുട്ടിയതിനാൽ രാത്രി ഇവിടെ താമസിച്ച് രാവിലെ ഭഗവാനെ സന്ദർശിച്ച് പതികം പാടി. അദ്ദേഹത്തിന്റെ പതികത്തിൽ ഒരു രാത്രി ഈ പ്രദേശത്ത് താമസിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എത്ര വലിയ കഷ്ടപ്പാടും മാറും എന്ന് പരാമർശമുണ്ട്. മുമ്പുകാലത്ത് കരവീരം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം വടകണ്ഠം, കരയപുരം എന്നിങ്ങനെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കരവീരം എന്നത് പൊൻനിറപ്പൂക്കൾ വിരിയുന്ന ഒരു മരത്തിന്റെ പേര്. പൊന്നരളി എന്നും പറയും. പണ്ടുകാലത്ത് ഇവിടം പൊന്നരളിക്കാടായതിനാൽ കരവീരമെന്നും ഭഗവാൻ കരവീരനാഥർ എന്നും അറിയപ്പെട്ടു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. മുമ്പൊരു യുഗത്തിൽ ദേവകന്യകമാർ കൈലാസത്തിൽ ശിവപാർവതിമാരെ ദർശിക്കാനെത്തി. അവർ പാർവതി മാതാവിനോട്, ദേവി, അങ്ങയ്ക്ക് പതിയും പുത്രന്മാരുമുണ്ട്, ഞങ്ങൾക്കും വിവാഹഭാഗ്യം തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട പാർവതി ദേവി ശിവഭഗവാനോട്, ഭഗവാനെ, ഇതിനുള്ള മറുപടി അങ്ങ് തന്നെ പറയണം എന്നഭ്യർത്ഥിച്ചു. ഉടനെ ശിവഭഗവാൻ കാവേരി നദിക്കരയിൽ ഒരു ശിവലിംഗം സ്വയം പ്രതിഷ്ഠിച്ചു കൊടുത്ത് അമാവാസി നാളുകളിൽ ഈ ശിവലിംഗത്തെ പൂജിക്കാൻ ദേവകന്യകകളോട് നിർദ്ദേശിച്ചു. അവർ അപ്രകാരം ചെയ്ത് ഫലം സിദ്ധിച്ചു എന്നാണ് പുരാണങ്ങൾ. പിന്നീടൊരു യുഗത്തിൽ ശിവഭഗവാൻ താൻ പ്രതിഷ്ഠ ചെയ്ത ശിവലിംഗത്തെ പരിപാലിക്കാൻ ഗൗതമ മഹർഷിയെ നിയമിച്ചു. ഗൗതമ മഹർഷി ഈ പ്രദേശത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിനായി തപസ് ചെയ്തു. തപസ്സിൽ സംപ്രീതനായ ശിവഭഗവാൻ ഗൗതമരോട് എന്തു വരം വേണം എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതമ മഹർഷി ഭഗവാനോട്, ഭഗവാനെ, ഞാൻ മരിച്ച ശേഷം എൻ്റെ ജഡം ആരും കാണാൻ പാടില്ല. കാരണം ഭഗവാന് സേവ ചെയ്യാൻ വന്നവനാണ് ഞാൻ. ശിവഭഗവാനെ വണങ്ങാൻ വരുന്നവർ മുനിയായ എന്നെയും ചേർത്ത് വഴിപാട് ചെയ്യും. അതിനാൽ എന്നെ ഇവിടുത്തെ സ്ഥലവൃക്ഷമാക്കി മാറ്റാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഭഗവാനും അത് സമ്മതിച്ചു. പക്ഷേ ഗൗതമ മഹർഷിയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലുണ്ട്. ഭഗവാന്റെ സന്നിധിക്ക് പിൻവശത്താണ് സ്ഥലവൃക്ഷം. അവിവാഹിതകൾ അമാവാസി നാളുകളിൽ ഇവിടെയുള്ള സ്ഥലവൃക്ഷത്തിന് ജലമൊഴിച്ച ശേഷം ബ്രഹ്മപുരീശ്വരർക്ക് വഴിപാട് ചെയ്യുന്നു. അടുത്ത അമാവാസിക്കുള്ളിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നാണ് വിശ്വാസം. വേറൊരു ഐതിഹ്യം, ഈച്ച, എറുമ്പ്, കൊക്ക്, ഞണ്ട് പോലെ പല ജീവികളും ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ഒരു കഴുത ശിവദർശനത്തിനായി ഈ പ്രദേശത്ത് കഠിന തപസ്സിരുന്നു. പക്ഷേ ശിവദർശനം കിട്ടിയില്ല. ആ സങ്കടത്തിൽ കഴുത നാഗൂർ വരെ നടന്നുപോയി കടലിൽ വീണു മരിക്കാൻ തീരുമാനിച്ചു. അതിനായി കഴുത കണ്ണീരോടെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. ആ സമയം ഏതോ ഒരു ശബ്ദം കേട്ട് കഴുത തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ഥലത്ത് ഭഗവാൻ എങ്ങനെ കുടിയിരിക്കുന്നുവോ അതേപോലെ ഭഗവാൻ കഴുതയ്ക്ക് ദർശനം കൊടുത്ത് മോക്ഷമരളി എന്നാണ് കഥ. ഏത് ജീവജാലമായിരുന്നാലും സത്യമായ ഭക്തി ഉണ്ടെങ്കിൽ ശിവദർശനം സിദ്ധിക്കും എന്നതിന് ഉദാഹരണമാണ് ഈ കഥ. അതിനാൽ തന്നെ ഭഗവാന് മുന്നിൽ കൊടിമരമോ നാഗൂർ വരെ ആലയത്തിന്റെ നേർ എതിരിൽ വീടുകളോ കെട്ടിടങ്ങളോ ഇല്ലെന്നാണ് പറയുന്നത്. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന രാജഗോപുരമില്ലാത്ത മനോഹരമായ പ്രവേശന കവാടത്തോടെ 4 ചുറ്റും മതിലുകളോടെയുള്ള പുരാതനമായ കോവിലാണ് കരവീരം കരവീരനാഥർ തിരുക്കോവിൽ. ക്ഷേത്രത്തിനെതിരിൽ ക്ഷേത്രതീർത്ഥം. പ്രവേശന കവാടം കടന്ന് അകത്തെത്തിയാൽ വിശാലമായ പ്രകാരം, ബലിപീഠം, നന്ദിമണ്ഡപം. അടുത്തായി ഒരു ചെറിയ ഗോപുരം. പ്രധാന സന്നിധിയിൽ ശിവഭഗവാൻ, കരവീരനാഥർ, ബ്രഹ്മപുരീശ്വരർ എന്നീ നാമങ്ങളോടെ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. വേറൊരു മണ്ഡപത്തിൽ ദേവി ശ്രീപാർവതി പ്രത്യക്ഷ മിന്നമ്മേ എന്ന നാമത്തിൽ 4 കരങ്ങളോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതിഷ്ഠയാണ്. ദേവീപാദത്തിൽ 3 മഞ്ഞൾക്കിഴങ്ങ് സമർപ്പിച്ച് പിന്നീട് അത് വെള്ളത്തിൽ അലിയിച്ച് ദേഹത്ത് പുരട്ടിയാൽ ചർമ്മരോഗങ്ങൾ ഗുണമാവും എന്നത് ഇവിടെയുള്ള ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ആഗ്രഹങ്ങൾ നിറവേറിയവർ ഇവിടെ ഭഗവാനും ദേവിക്കും വസ്ത്രം ചാർത്തി വഴിപാട് ചെയ്യുന്നു. ക്ഷേത്രത്തിൽ പ്രകാരങ്ങളിലായി മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, വളിദേവിയാനി സമേത മുരുകൻ, സൂര്യൻ, ചന്ദ്രൻ, ശനീശ്വരർ, ഭൈരവർ, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു, ബ്രഹ്മാവ്, ദുർഗ, അഷ്ടലിംഗം, നാൽവർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം ചെവ്വരളി. ക്ഷേത്രതീർത്ഥം അനവരത തീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്.
അമാവാസി, പ്രദോഷം, മാർഗഴി തിരുവാതിര, ശിവരാത്രി, പങ്കുനി ഉത്രം എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 9 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവാരൂരിൽ നിന്ന് 10 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവാരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.